ഇന്ന് നമുക്ക് നല്ല രുചിയോട് കൂടിയ ഒരു വെജിറ്റബിൾ കുറുമ തയ്യാറാക്കാം. ആദ്യം നമുക്ക് പച്ചക്കറികളെല്ലാം ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. ഇതിനു വേണ്ടി കുതിർത്തെടുത്ത 1/2 കപ്പ് ഗ്രീൻ പീസ്, ഫ്രഷ് ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. മീഡിയം വലിപ്പമുള്ള 2 ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞത്, 2 ക്യാരറ്റ് അരിഞ്ഞത്, 3-4 പയർ അരിഞ്ഞത്. ഇതൊരു 15 മിനിറ്റ് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ള മസാല റെഡിയാക്കാം. ഒരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഉപയോഗിച്ചത്. ഇതിലേക്ക് 2 ഏലക്ക, 2 ഗ്രാമ്പു, ചെറിയൊരു കഷ്ണം പട്ട, തക്കോലത്തിൻ്റെ ചെറിയൊരു പൊട്ട്. ഇനി മീഡിയം വലിപ്പമുള്ള ഒരു സവാള അരിഞ്ഞതും 4 അല്ലി വെളുത്തുള്ളിയും, ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും, 2 പച്ചമുളകും ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. വഴന്ന് വരുമ്പോൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടിയും 2 പിഞ്ച് ചെറിയ ജീരകപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിളക്കി തീ ഓഫ് ചെയ്യാം. ഇനി ഇത് നന്നായി തണുത്തതിന് ശേഷം മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. നമ്മുടെ പച്ചക്കറികളെല്ലാം വെന്തിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി ഇതൊരു മിക്സി ജാറിലേക്ക് ഇടാം. കൂടെ 1/2 കപ്പ് തേങ്ങയും കുതിർത്ത 10 അണ്ടിപ്പരിപ്പും 3-4 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇനി ഒരു പാനിലേക്ക് 1.5 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ അരപ്പ് ചേർത്ത് ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റാം. ഇതിലേക്ക് ഇനി 1.5 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കാം. മിക്സി ജാറൊന്ന് ചുഴറ്റി കൊടുത്ത വെള്ളമാണ് ഒഴിച്ചത്. തിളച്ച് വരുമ്പോൾ വേവിച്ച പച്ചക്കറികളും ഇട്ട് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കാം. ഇനി തിളച്ച് കഴിഞ്ഞാൽ അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വെക്കാം. ഇനി 1/2 കപ്പ് തേങ്ങാപ്പാലും കുറച്ച് മല്ലിയിലയും ചേർത്ത് ചെറിയൊരു തിള വരുമ്പോൾ തീ ഓഫ് ചെയ്യാം. നമ്മുടെ കുറുമ റെഡി. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.